ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ഇഫ്താറാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോടേക്കാണ് ഇഫ്താറിന് വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വണ്ടി കൊണ്ട് വീട്ടിൽ നിന്ന് പോകാൻ അയക്കാത്തതുകൊണ്ട് നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. വണ്ടി യാത്ര ഇഷ്ടം. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. സൺസെറ്റൊക്കെ കുറച്ചേരം ആസ്വദിച്ചു. ഞാനിങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത്. എന്താണെന്നറിയോ? തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു സായിപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനി എന്ത് വിചാരിച്ചു? ഓളെ വരക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഭയങ്കര പോസ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ആ പോസ് ആട്ടപ്പോൾ നിങ്ങൾ കാണുന്നത്. യെസ്, അവളല്ലായിരുന്നു. കുറേ നേരം കാത്തുനിന്നിട്ട് ഒന്നും വന്നില്ല. അപ്പം പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ നമ്മൾ സൺസെറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചു. അപ്പം നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു തക്കാരത്തിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റിലാണ്, തക്കാരത്തിലാണ് നമ്മൾ ഇഫ്താറിന് പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കട്ട് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ സ്നാക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് പേരറിയാത്തയും കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ചിക്കൻ റോളും സമൂസയും കട്ട്ലറ്റും അങ്ങനത്തെ ഒക്കെ നമുക്ക് പേരറിയാം. അതിന് നമ്മൾ കണ്ടപ്പോൾ എല്ലാം വേണമെന്ന് തോന്നി, പക്ഷെ നമ്മൾക്ക് തിന്നാൻ കഴിയൂലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം നമ്മളിങ്ങനെ ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ 1 കുപ്പി പോരാ, 2 കുപ്പി പോരാ, 3 കുപ്പിയാണ് ഞാൻ എൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കുടിച്ചാൻ കഴിയില്ല എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ വെച്ചു. അപ്പോൾ അനിയ നോമ്പൊർക്കുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചു ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ബാങ്ക് കൊടുത്തിക്കണു. കഴിച്ചു. അവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ തിന്നുങ്ങാണ്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഫുള്ള് തിന്നു. പക്ഷെ നമുക്ക് പിന്നെ അവിടെ നിന്ന് നീച്ചാൻ വയ്ക്കണില്ല കേട്ടോ. നമ്മൾ അത്രയും തിന്നുങ്ങാണ്ട് പള്ളം നിറഞ്ഞ് പൊട്ടാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചേരം കൂടെ സൺസെറ്റ് അതെ, നമ്മൾ കുറച്ചേരം കൂടി ഇരുന്ന് ആസ്വദിച്ചു. അങ്ങനെ നമ്മൾ പള്ളിക്ക് പോവാണ്. അപ്പോഴാണ് വൈക്ക് ഞാൻ ഈ സാധനം കണ്ടത്. അപ്പം ഇത് തിന്നാൻ ഭയങ്കരമായിട്ട് പോയി. കോഴിക്കോട് വന്ന കോഴിക്കോട് വന്ന ഒരിക്കലെങ്കിലും നമ്മൾ ഉപ്പിലിട്ട് തിന്നണല്ലോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നുങ്ങാണ്ട് ഒരു കഷ്ണം നമ്മൾ വാങ്ങിയുള്ളൂ. ചൈന നല്ല ഏരിയ ഭയങ്കര സംഭവമായിട്ട് വാങ്ങിയതാണ്. പക്ഷെ പൈസ ഒക്കെ ഉള്ളതിൽ ഉറപ്പിൻ്റെ പോയി. അപ്പം നമ്മളിങ്ങനെ പള്ളിക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ നിസ്കരിച്ച് ഞങ്ങൾ ഇറങ്ങി നേരെ അവിടെ അടുത്തുള്ളൊരു ബട്ടർ റോഡ് ബീച്ച്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോണത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നടന്ന് പോവാണ് ഗൈസ്. പള്ളക്കും തേച്ചിട്ട് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം കണ്ടത്. ഞണ്ട് ഗൈസ്, ഞണ്ടിങ്ങനെ മണ്ണിന്ന് ഇങ്ങനെ പൊന്തി വരിക. നമ്മളാദ്യം ബീച്ചില്ല, നാട്ടിൽ കൊണ്ടുപോയാലോ എന്നൊക്കെ വിചാരിച്ചു. നമുക്ക് വിശന്നു. നമ്മൾ നടന്നല്ല. അപ്പം നമുക്ക് വിശന്നപ്പോൾ നമ്മൾ വിചാരിച്ചു പാരഗണ്ട് പോയിട്ട് നമുക്ക് നല്ല ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്കി. നമ്മളൊരു 1.5-3 മണിക്കൂർ അവിടെ കുത്തിയിരുന്നും കണ്ടാണ് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ബാക്കിയുള്ളവരെ കുറ്റവും കുറവൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു. റമളാൻ മാസമായിട്ട് ഒരു മാറ്റമല്ല ഞങ്ങൾക്കൊന്നും. നമുക്ക് ബിരിയാണി വന്നു, പ്രോൺസ് മസാല വാങ്ങി. അപ്പം നമ്മൾ ആസ്വദിച്ച് തിന്നാണ്. പക്ഷെ ഞങ്ങൾക്കറിയോ ബാക്കിയായി നമ്മളെ കൊണ്ട് ഫുള്ളും തിന്നാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ മുക്കിയിട്ടെങ്ങാണ് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് തീർത്തു. തീർത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷെ നൂഡിൽസ് ബാക്കിയായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ വാഷ്റൂമിൽ പോയപ്പോൾ നമ്മളവിടെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളതൊന്നും മൈൻഡാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു കോഴിക്കോട് വന്നല്ലേ ഒന്ന് ലുലു മാളുകൾ ഒന്ന് പോവാന്ന്. അപ്പം പോയാല് ഇതാണല്ലോ നിർബന്ധമാണല്ലോ ലുലു മാള് പോയാല്. അപ്പോൾ കോഴിക്കോട് ലുലു വന്നപ്പോൾ നമ്മള് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മളവിടെ അങ്ങനെ പോയി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി നടന്നു. നമ്മള് പെർഫ്യൂം സെക്ഷനിൽ പോയിട്ട് ഒരു പെർഫ്യൂം അങ്ങോട്ട് വാങ്ങി. സ്പ്രേ വാങ്ങി. നമ്മൾ കുറച്ച് സ്പ്രേ അങ്ങോട്ട് വാങ്ങി. ഞാൻ കുളിച്ചാത്തോൽക്കൊക്കെ അടിച്ച നല്ല മണ്ണുള്ള സ്പ്രേ ആണ്. അപ്പം നമ്മളത് വാങ്ങി. കുറച്ച് നല്ല വിലയുണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ വാങ്ങി. നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ലുലുവിലെ വാഷ്റൂമിലും പോയിട്ട് കുറച്ചേരം ക്യൂട്ട്നെസ് വാരിയിട്ടു. അപ്പോൾ ബൈ.